ഇവിടെ ഇന്ത്യ അവസാനിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇന്ത്യ അവസാനിക്കുന്നത് കാണാൻ നാടായ നാട്ടിൽ നിന്നൊക്കെ മനുഷ്യന്മാരെ കൊണ്ട് തിങ്ങി നിറയണ ഇന്ത്യൻ്റെ അറ്റത്താണ് ഞാനുള്ളത്. ധനുഷ്കോടി നിങ്ങൾക്കും കാണിച്ചു തരാം. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒപ്പം കൂടിക്കോളിട്ടോ, നഷ്ടം വരൂല. ഫോളോ ചെയ്തോളി. പോണ പോക്കിൽ പാമ്പമ്പാലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മൂസ വക്കീൽ ഗൂഗിൾ മാപ്പ് നോക്കില്ല. അങ്ങോട്ട് അടുക്കും തോറും മാപ്പിൽ കാണും പോലെ കരങ്ങനെ ചുരുങ്ങും, കടൽ കയറി കയറി വരും. നമ്മൾ ഭൂപടത്തിൽ കണ്ട ആ സ്ഥലത്ത് കൂടെ നമ്മളെ CP ബോസ് ഇപ്പോൾ വണ്ടി ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ പോണത് കൊത്തണ്ട രാമർ ക്ഷേത്രത്തിക്കാ. ഇവിടെ വണ്ടി വെക്കാനും തിരിച്ചാനും ഭയങ്കര റിസ്ക്കാ. പക്ഷേ ഈ കാഴ്ച അടിപൊളിയാണ്. മണൽ റോട്ടുമൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങി. ഈ റോഡിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. 30 കിലോമീറ്ററോളം വളവും തിരിവൊന്നും ഇല്ലാതെ നേരെ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു സിറാത്ത് പാലം പോലെ. അത് രണ്ട് ഭാഗത്തുനിന്നും അടിച്ചിന തിരകളെ ശക്തി നമ്മളെ വണ്ടിമക്ക് വരെ വെള്ളം തീർപ്പിച്ചു. എന്താ ഈ വെള്ളത്തിന്റെയും മണലിന്റെയും ഒക്കെ ചൊറുക്ക്. റോഡ് ചെറുതാവാനും വണ്ടികൾ കണ്ടമാനം വരാനും കാണാൻ വരുന്നവരും കണ്ടുപോണവരും തമ്മിലുള്ള ബറാബർ പോരാട്ടം. വീട്ടിൽ തന്നെ ഈ അശോകസ്തംഭം കാണാം. അതിനെ ചുറ്റിപ്പറ്റി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും കാണാം. ആശ്രഫ് മടാനും ഞാനും CP ബോസും കല്ലുമൽ കയറി കടലേക്ക് നോക്കി ഇങ്ങനെ നിന്ന്. ഇതാണ് ഇന്ത്യന്റെ അറ്റം, അതായത് ഇന്ത്യന്റെ അവസാനം. അപ്പോഴാണ് മൂസ വക്കീൽ എത്തുന്നത്. വല്ലാത്തൊരു കാഴ്ച കേട്ടോ. ആകാശമൊക്കെ ഉജാല മുഖ്യ മാതിരിയാ. എന്താ ചൊറുക്ക്. ഈ കല്ലിന്റെ അപ്പുറത്തേക്ക് വെള്ളം ഇറങ്ങിയാൽ നീളത്തിൽ നടന്നു പോവാന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാ അങ്ങനെ ഒരു നടപ്പാതുണ്ട്. മുന്നേ ഇവിടെ പോയോല് പറഞ്ഞു. അതായത് ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിന്റെ ഇന്ത്യയിലെ രാമേശ്വരത്തിന്റെ ഇടയിലുള്ള രാമായണ മഹാപുരാണത്തില് രാമൻ സീതനെ മഹാരാജാവായ രാവണനിൽ നിന്ന് വീണ്ടെടുക്കാൻ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ രാമസേതു. മുസ്ലിം ഐതിഹ്യം അനുസരിച്ച് ഈ പാലത്തു കൂടെ സിലോണിലെ ആദാമിന്റെ കൊടുമുടിയിൽ 1000 കൊല്ലത്തോളം അതിന്റെ മുകളിൽ ദൈവപ്രാർത്ഥനയിൽ നിലകൊണ്ടു എന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ആദംസ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെട്ടത്. യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വന്നപ്പോൾ മൊത്തം വെള്ളം മൂടിക്കിടക്കുക. ഈ കാണുന്ന സ്ഥലമൊക്കെ വലിയൊരു അങ്ങാടി ഇനി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ? ഇവിടെയൊക്കെ പെരകളുണ്ടായിനി, ആൾക്കാർ തിങ്ങിപ്പാർത്തിനി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. മെഡിക്കൽ കോളേജ്, റെയിൽവേ വാട്ടർ ടാങ്ക്, പഴയ സ്കൂൾ, അമ്പലം, പഴയ റെയിൽവേ സ്റ്റേഷൻ, ക്രിസ്ത്യൻ പള്ളി, ഇതൊക്കെ ഈ ധനുഷ്കോടി എന്ന് പറയുന്ന നാട്ടിലുണ്ടായിനി. 1964 സൈക്ലോൺ ദുരന്തം ഈ ധനുഷ്കോടിനെ കൊന്ന് ഇവിടുത്തെ മനുഷ്യന്മാരെ ഇവിടുന്ന് പായിപ്പിച്ച്. അന്നത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. നമുക്കിത് ചുറ്റും നടന്ന് കാണട്ടോ. എത്ര മെഴുകുതിരി കത്തിച്ച് വിശ്വാസികൾ പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ ആൾക്കാരെ പോലും ഇങ്ങനെയായി. ഈ കാണുന്നതാണ് അന്നത്തെ റെയിൽവേ സ്റ്റേഷന്റെ വാട്ടർ ടാങ്ക്. ഇതൊക്കെ അന്നത്തെ റെയിൽ പാളത്തിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഈ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ മുകൾക്ക് 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കയറാം. ആ കാഴ്ച വല്ലാത്ത ഫീലാ. പുക അങ്ങനെ പാർന്ന് കണ്ടപ്പോൾ CP ബോസും മടാനും കയറി നോക്കി. നല്ല മീനുകൾ പൊരിച്ചു തരും, അതും ചെറിയ പൈസ കിട്ടും. അതും തിന്ന് സൂര്യൻ മഞ്ഞ നിറം തരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. വാളി മാലിയൊക്കെ വിറ്റ് കുടുംബം പോറ്റുന്നവരുണ്ട്, ശർക്കര വിൽക്കുന്നവരുണ്ട്, ഐസ് വിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ ഈ ധനുഷ്കോടിക്കാരായി ജീവിച്ചിനെ കുറെ മനുഷ്യന്മാർ ഇന്ന് കച്ചവടത്തിനും ഉപജീവന മാർഗത്തിനും വേണ്ടി നമ്മളെ ടൂറിസ്റ്റുകളെ പോലെ വന്നു പോണ ഒരു സ്ഥലമായി മാറിയത്. കെട്ടിണ്ടാക്കിയ കുറെ കുടിലുകൾ കാണാം. ഇവിടെ ഉടക്കെ ആരൊക്കെ ഒച്ചി നിലവിളികളൊക്കെ കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ നാടിനെ പ്രേതനഗരം എന്ന് വിളിക്കുന്നത്. അരിജൽമുനൈ ബീച്ച് കാണാൻ എന്ത് രസമുള്ള സ്ഥലമാണ്. അപ്പുറം ഇപ്പുറം വെള്ളം, നടുവ് കൂടെ നമ്മളിങ്ങനെ ഇന്ത്യൻ്റെ അറ്റത്ത് നിന്ന് റൂമുക്ക് ഇങ്ങനെ വണ്ടി വിടുക. അതായത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒന്നാകുന്ന സ്ഥലം. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഒരു ചായ കുടിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയതാണ്. തൊട്ടുമുല്ല തന്നെ ഒരു പാർക്ക് ഉണ്ട്. അവിടുന്ന് നോക്കിയപ്പം കണ്ടമാന ആൾക്കാർ പുഴയിൽ ഇങ്ങനെ മുങ്ങണത് കണ്ട്. എന്താണെന്നറിയാം, ഞാനും വക്കീലും അങ്ങോട്ട് നടന്ന്. ഇതാണ് നാനാഭാഗത്തുനിന്നും വിശ്വാസികൾ ഒഴുകിയെത്തുന്നേ രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രം. നമ്മളെ നാട്ടിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞാണ്ട് ആൾക്കാർ പോയലുണ്ട്. ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ പരിഹരിക്കാൻ ശിവനോട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് രാമേശ്വരം എന്ന പേര് വന്നതൊന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. സർവ്വപാപമോചനത്തിന് നാനാദിക്കുന്നു രാമേശ്വരം രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നേ ഒരുപാട് വിശ്വാസികളും കണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേര. അവിടെയും പോകാൻ മറക്കണ്ട. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പോയത് പോസ്റ്റ് ചെയ്തിന്, അത് കണ്ടോണ്ടിട്ടോ. അപ്പൊ നമ്മളെ പേജിൽ അടുത്ത വരുന്ന വീഡിയോക്കായി കാത്തിരിക്കുമ്പോൾ ഫോളോ ചെയ്താൽ വീണ്ടും കാണാം മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊപ്പം കൂടിക്കൊള്ളിട്ടാ.